ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. അതായത് കുട്ടികളെ എങ്ങനെ ഗ്രാമർ പഠിപ്പിക്കാം എന്നതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം ഞാൻ നൗൺ എന്താണെന്ന് പറയാം. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും നമ്മൾ പ്രകടിപ്പിക്കുന്ന ഇമോഷൻസ് വരെ പലതരത്തിലുള്ള ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് അല്ലേ? എല്ലാ വസ്തുക്കൾക്കും എല്ലാ ആനിമൽസിനും എല്ലാവർക്കും എന്തുണ്ട്? പേരുകളുണ്ട്. അപ്പോൾ ഈ പേരുകളെ നമുക്ക് പൊതുവെ നൗൺസ് എന്ന് പറയാം. പേരുകളെ നമുക്ക് പൊതുവെ നൗൺസ് എന്ന് പറയാം. നൗൺസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ നമുക്ക് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. അപ്പോൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേർഡ് വിച്ച് വി യൂസ് ടു ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ എ നൗൺ ഓർ പ്രോനൗൺ. ഒരു നൗണിനെയോ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ ഉപയോഗിക്കുന്ന വേർഡ്സിനെ നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. എക്സ്പ്ലനേഷൻ കണ്ട് ഞെട്ടണ്ട, നമുക്കിത് വളരെ സിമ്പിളായിട്ട് എക്സാമ്പിളിലൂടെ പഠിക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, I saw a movie. I saw a movie. ഇവിടെ മൂവി എന്നുള്ളത് ഒരു നൗണാണ് അല്ലേ? ഐ എന്നുള്ളതൊരു പ്രോനൗണാണ്. ഇപ്പോൾ ഐ സോ എ മൂവിയുടെ അർത്ഥം എന്താണ്? ഞാനൊരു മൂവി കണ്ടു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ മൂവിയെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. എന്നാൽ ഇനി അടുത്തതായിട്ട് ഞാൻ എഴുതുകയാണ്, ഐ സോ എ ഗുഡ് മൂവി. ഐ സോ എ ഗുഡ് മൂവി. ഇവിടെ ഞാൻ ഗുഡ് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്തല്ലേ? ഇതിൽ നിന്നും ഞാൻ കണ്ട സിനിമയെക്കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആ മൂവി നല്ല മൂവിയാണ്. ഐ സോ എ ഗുഡ് മൂവി മീനിങ് ഞാൻ നല്ലൊരു സിനിമ കണ്ടു എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് ഈ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇത്തരം വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ബോംബെ is a city. ഇവിടെ സിറ്റി എന്നുള്ളതും ബോംബെ എന്നുള്ളതും എന്താണ്? നൗൺസ് ആണ്. ബോംബെ എങ്ങനെയുള്ളൊരു സിറ്റിയാണെന്നൊന്നും ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഞാൻ വീണ്ടും എഴുതുമ്പോൾ ബോംബെ is a large city. ഇപ്പോൾ ഇവിടെ ഈ ലാർജ് എന്ന വാക്ക് ഈ സിറ്റി എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ബോംബെ എന്നത് ഒരു വലിയ സിറ്റിയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ലാർജ് എന്ന വേർഡ് കൂടുതലായിട്ട് സിറ്റി എന്ന നൗണിനെ കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് നമുക്ക് തരുന്നത്. ഇത്തരം വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് നൗൺസ് എഴുതിയിട്ടുണ്ട്. ഇതിന് ചേരുന്ന രീതിയിലുള്ള കുറച്ച് അഡ്ജക്റ്റീവ്സ് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ, ഐഡിയ. എങ്ങനെ എഴുതാം? ഐഡിയ എന്ന് പറയുമ്പോൾ സാധാരണ ഒന്നില്ലെങ്കിൽ നല്ല ഐഡിയ എന്ന് പറയും, അല്ലെങ്കിൽ മോശം ഐഡിയ എന്ന് പറയും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഗുഡ് കൊടുക്കാം. ഗുഡ് ഐഡിയ. ഡ്രസ്, സാധാരണ നമ്മൾ പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ബ്യൂട്ടിഫുൾ കൊടുക്കാം. ബ്യൂട്ടിഫുൾ ഡ്രസ്. ബോയ്, എങ്ങനെയുള്ള ബോയ് ആണെന്ന് പറയണം? ഉയരം കൂടിയതോ കുറഞ്ഞതോ മടിയനോ നല്ലതോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇവിടെ ഞാൻ ലേസി എന്നാണ് കൊടുക്കുന്നത്. ലേസി ബോയ്. അടുത്തത് മാൻ. ഇവിടെയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാനിവിടെ ഓൾഡ് എന്ന് കൊടുക്കുന്നു. പ്രായമായ ആളെന്ന രീതിയിൽ ഓൾഡ് മാൻ. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം ഞാനിവിടെ അഡ്ജക്റ്റീവ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നിരിക്കുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുന്ന വേർഡ്സ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത്തരം വാക്കുകളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഞാൻ എഴുതിയ ആൻസർ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേർഡ് വേണമെങ്കിലും കൊടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ലേസി ബോയ് എന്നതിന് പകരം ബോയ് എന്നതിന് ബോയ്സ് ആയിരുന്നു എങ്കിൽ നമുക്കിവിടെ 2 എന്ന് കൊടുക്കാം. 2 ബോയ്സ്. ഈ 2 എന്നുള്ളതും അഡ്ജക്റ്റീവ് തന്നെയാണ്. ഇതെന്താണ്? നമ്പർ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. എത്ര കുട്ടികളുണ്ട്? 2 ആൺകുട്ടികൾ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? അഡ്ജക്റ്റീവ് തന്നെയാണ്. ഇതെല്ലാം അഡ്ജക്റ്റീവ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നേരത്തെ എഴുതിയ എക്സാമ്പിൾസ് ഉണ്ട് ഇതിൽ. ഗുഡ് ഐഡിയ, ബ്യൂട്ടിഫുൾ ഡ്രസ്, 2 ബോയ്സ്, ഓൾഡ് മാൻ, ബ്ലൂ സ്കൈ, റെഡ് പെൻ. ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാം അഡ്ജക്റ്റീവ് എഴുതിയിരിക്കുന്നത് നൗൺസിന് മുന്നിലാണ്. സാധാരണ നൗൺസിൻ്റെ മുന്നിലാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എഴുതാറുള്ളത്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ വേർബിന് ശേഷം അഡ്ജക്റ്റീവ്സ് എഴുതാറുണ്ട്. എക്സാമ്പിൾസ് നോക്കാം. The baby looks cute. The baby looks cute. ഇവിടെ ബേബി എന്നുള്ളതാണ് നൗൺ. ലുക്സ് എന്നത് വേർബാണ്. അതിന് ശേഷമാണ് ഇവിടെ നമ്മൾ എന്തുപയോഗിച്ചിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം നൗണിൻ്റെ ഒപ്പം, അതായത് നൗണിൻ്റെ മുൻപിലാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരുന്നത്. ഈ എക്സാമ്പിളിൽ വേർബിന് ശേഷമാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിളും കൂടി. ഷീ ഫീൽസ് ഹാപ്പി. ഇവിടെയും ഷീ എന്നുള്ളത് നൗണാണ്, ഫീൽസ് എന്നുള്ളത് വേർബാണ്, ഹാപ്പി എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. അപ്പോൾ വേർബിന് ശേഷമാണ് ഈ എക്സാമ്പിൾസിലെല്ലാം അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡ്ജക്റ്റീവിനെ കുറിച്ചാണ്. മലയാളത്തിൽ നാമവിശേഷണം എന്നൊക്കെ പറയാം. പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.